അമ്പുവാവ് എണീറ്റത് ഇന്ന് കുറച്ച് കുറുമ്പിലാണ് കേട്ടോ. കാരണം ഇന്നലെ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കുണ്ട് ഒരു ഫോൺ കോൾ. അമ്പുവിന് സുഖമല്ല എന്ന് പറഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് അമ്പു തലകുത്തി എന്തോ മറിഞ്ഞിട്ട് അമ്പുവിൻ്റെ കൈയിൻ്റെ കുഴയൊന്നും അങ്ങോട്ട് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയി അതെല്ലാം പിടിച്ചിട്ടതിന് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ ചെറിയൊരു വേദന ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ആറ് കുറുമ്പനായിരുന്നു കേട്ടോ. അങ്ങനെ ജിനുവാട്ടിനൊന്ന് എടുത്ത് കൊഞ്ചിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ അടുത്തേക്ക് വന്നത്. കാപ്പി ഫസ്റ്റ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാശിയായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ ആ കാപ്പി ഞാനൊന്ന് കുടിപ്പിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ചിനുവേട്ടൻ കുറേ സംശയങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ കാട് പറിക്കുന്ന കൂട്ടത്ത് ഒരു വഷളച്ചീര പറയുന്നൊരു ചീര ഞാൻ പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ചിനുവേട്ടൻ എന്നോട് ഇങ്ങനെ ചോദിക്കുക, എന്തിനാണ് നീ പറിച്ച് കളഞ്ഞതെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ ചോറിന് വെള്ളം തളിച്ചപ്പോൾ ഞാൻ പതിവ് പോലെ തന്നെ അരി കഴുകിയിടുന്നുണ്ട് കേട്ടോ. അമ്പുവാവ് എൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് ഓരോരോ സംശയം ചോദിക്കാൻ കേട്ടോ. അതെന്താ ഇതെന്താന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ സംശയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ തലയണയും ബെഡ്ഷീറ്റും ഒക്കെ ഞാനൊക്കെ റെഡിയാക്കുമ്പോഴേക്കും അമ്പുവാവ് ചിനുവേട്ടൻ്റെ ഫോൺ എടുത്തിട്ട് കളിച്ചുകൊണ്ട് ഇതാ കിടക്കേ കിടക്കുകയാണ് കേട്ടോ. പിന്നെ അമ്പൂസിൻ്റെ കൂടെ പോയിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കലാണല്ലോ നമ്മുടെ ഒരു ഇത്. അങ്ങനെ അമ്പൂസിൻ്റെ കൂടെ കുറച്ച് നേരം കെട്ടിപ്പിടിച്ച് കിടന്ന് നല്ല സ്നേഹിച്ച് ഞാനിതാ തിരിച്ച് അടിച്ചു വരാൻ വേണ്ടി വരികയാണ് കേട്ടോ. അമ്പൂസ് നല്ല സ്വഭാവമുള്ളപ്പോൾ മാത്രമേ ഇന്നിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. കയ്യിനൊരു മുറി ആയതുകൊണ്ട് തന്നെ അത് മുതലെടുക്കും ഇന്ന് എൻ്റെ അമ്പൂസ് കേട്ടോ. ഇന്ന് അമ്പൂസിൻ്റെ കയ്യും അനക്കില്ല, ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോൾ ടൈലിൽ ഫുള്ള് കാപ്പീൻ്റെ മട്ടായിരുന്നു കേട്ടോ. അമ്പൂസിന് ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം അകത്ത് കളയും. അങ്ങനെ ഇതാ അകത്തിൻ്റെ ഒരു സൈഡ് മൊത്തം ചായയോ കാപ്പിയൊക്കെ കളഞ്ഞതായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇന്നലെ കപ്പളങ്ങ മരത്തിൽ ഫുള്ള് കപ്പളങ്ങ പഴുത്ത് നിൽക്കണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും അത് പറിച്ചിട്ടില്ലെങ്കിൽ കിളികളോ മറ്റെന്തെങ്കിലും അത് കൊത്തിത്തിന്നും. അങ്ങനെ രാവിലെ തന്നെ അത് പോയിട്ട് പറച്ചങ്ങോട്ട് എടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല മഞ്ഞ കളറിൽ ഇതുപോലെ ആയിട്ട് കപ്പളങ്ങ നമ്മൾ പറിക്കൽ വളരെ കുറവായിരുന്നു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല മുഴുത്ത് നല്ല ഭംഗിയുള്ളതായിരുന്നു കിട്ടിയത്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ചിനുവേട്ടൻ പറഞ്ഞു അമ്പൂനെ ഒന്ന് കൊണ്ടാക്കുക, കാരണം എനിക്കിന്ന് ഡ്യൂട്ടി ഉള്ളത് കാരണം തറവാട്ടിലേക്ക് അമ്പൂസിനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അവിടെ അച്ഛമ്മയും അച്ഛനും കാത്തിക്കാണ്. അപ്പോൾ വണ്ടിയിൽ ഇത് ബൈക്കിലാണ് പോകുന്നത് കേട്ടോ. ബിങ്കോ ഒക്കെ മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അമ്പുവാവ് പോകാൻ വേണ്ടി തയ്യാറായത്. അങ്ങനെ അമ്പൂസിനെയും ചിനുവേട്ടനെയും യാത്രയാക്കി. പിന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.